ഓക്കെ, അപ്പൊ നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്തിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ യൂണിറ്റിന്റെ നോട്ടുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വായിക്കുന്നത് പരീക്ഷയ്ക്ക് പോയിന്റ്സൊക്കെ ഓർത്തുവെക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പൊ നമുക്ക് ആദം സ്മിത്തിന്റെ ലോകത്തേക്ക് കടക്കാം. 1776. ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷത്തിലാണ് ആദം സ്മിത്ത് തന്റെ വിഖ്യാതമായ പുസ്തകം ദ വെൽത്ത് ഓഫ് നേഷൻസ് പ്രസിദ്ധീകരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരൊറ്റ പുസ്തകമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്, പ്രത്യേകിച്ച് ക്ലാസിക്കൽ എക്കണോമിക്സിന് അടിത്തറ പാകിയത്. അപ്പോ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. സ്മിത്തിന്റെ ആശയങ്ങളുടെയെല്ലാം കാതൽ എന്ന് പറയാവുന്ന ഒന്നാണ് ലെസി ഫെയർ. എന്താണിത്? ലളിതമായി പറഞ്ഞാൽ സ്വതന്ത്ര കമ്പോളം. അദ്ദേഹം പറയുന്ന ആശയം ഇതാണ്: ഓരോ വ്യക്തിയും അവരവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആത്യന്തികമായി അത് സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമായി മാറും. അതുകൊണ്ട് ഗവൺമെന്റ് വെറുതെ മാർക്കറ്റിൽ വന്ന് ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെടൽ എത്ര കുറയുന്നോ അത്രയും നല്ലത്. ശരി, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന്. ആദം സ്മിത്തിന്റെ ഏറ്റവും ഫേമസ് ആയ കോൺസെപ്റ്റ് തൊഴിൽ വിഭജനം, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാന ശില തന്നെ ഇതാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ തൊഴിൽ വിഭജനമെന്ന്. ഈ ആശയം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സ്മിത്ത് ഒരു കിടിലൻ ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട്. ഒരു പിന്നുണ്ടാക്കുന്ന ഫാക്ടറിയുടെ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു സാധാരണ പിൻ അതുണ്ടാക്കുന്ന പ്രക്രിയയെ പല പല ചെറിയ ഘട്ടങ്ങളായി വിഭജിച്ച് ഓരോ തൊഴിലാളിക്കും ഓരോ സ്പെസിഫിക് ജോലി കൊടുക്കുമ്പോൾ ഉൽപാദനത്തിൽ സംഭവിക്കുന്ന ആ ഒരു മാജിക്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരൊറ്റ തൊഴിലാളി ഒരു പിന്നുണ്ടാക്കുകയാണ്. അതിന്റെ എല്ലാ പണിയും അയാൾ തന്നെ ചെയ്യണം. കമ്പി വലിച്ചു നീട്ടണം, അത് മുറിക്കണം, അതിന്റെ തല കൂർപ്പിക്കണം, മറ്റേ അറ്റത്ത് തല വയ്ക്കണം. ഇങ്ങനെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ അയാൾക്ക് എത്ര പിന്നുകൾ ഉണ്ടാക്കാൻ പറ്റും? സ്മിത്ത് പറയുന്നത് പരമാവധി ഒരു 20 എണ്ണം, അത്രമാത്രം. എന്നാൽ ഇതേ ജോലി ഏകദേശം ഒരു 18 സ്റ്റെപ്പുകളായി നമ്മൾ വിഭജിച്ച് ഓരോരുത്തർക്കായി വീതിച്ചു കൊടുക്കുന്നു എന്ന് വെക്കുക. ഒരാൾ കമ്പി വലിക്കുന്ന ജോലി മാത്രം ചെയ്യുന്നു, വേറൊരാളത് മുറിക്കുന്നത് മാത്രം, മറ്റൊരാള് തലകൂർപ്പിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അവിശ്വസനീയമായൊരു കുതിച്ചുചാട്ടമാണ് ഉൽപാദനത്തിലുണ്ടായത്. ഓരോ തൊഴിലാളിയുടെയും ശരാശരി ഉൽപാദനം പ്രതിദിനം 4800 പിന്നുകളായി ഉയർന്നു. 20-ൽ നിന്ന് 4800-ലേക്ക്. കണ്ടില്ലേ? ഇതാണ് ഡിവിഷൻ ഓഫ് ലേബറിന്റെ പവർ. തീർച്ചയായും ഏതൊരു കാര്യത്തിനുമുള്ള പോലെ ഇതിനും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നോട്ട് ചെയ്തു വെച്ചോളൂ. ഗുണങ്ങൾ എന്തൊക്കെയാ? 1. പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപാദനക്ഷമത ഭയങ്കരമായി കൂടുന്നു. 2. ഒരേ ജോലി ചെയ്ത് തൊഴിലാളികൾ അതിൽ എക്സ്പേർട്ടാകുന്നു. സമയം ഒരുപാട് ലാഭിക്കാം. ഇനി ദോഷങ്ങളോ? എപ്പോഴും ഒരേ പണി ചെയ്യുന്നത് മടുപ്പുണ്ടാക്കില്ലേ? ഒരുതരം ബൗദ്ധികമായ മുരടിപ്പുണ്ടാവും. മാത്രമല്ല, ഒരു ജോലിയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്താൽ പിന്നെ വേറൊരു ജോലിയിലേക്ക് മാറാനും പ്രയാസമായിരിക്കും. ഈ പോയിന്റുകൾ നിർബന്ധമായും ഓർത്തുവെക്കണം. പക്ഷേ ഈ തൊഴിൽ വിഭജനം നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് ചെയ്യാൻ പറ്റില്ല. അതിന് ചില പരിമിതികളുണ്ട്. പ്രധാനമായിട്ടും 2 എണ്ണം. ഒന്നാമത്തത് മാർക്കറ്റിന്റെ വലിപ്പം, അല്ലേ? ഒരു ചെറിയ ഗ്രാമത്തിൽ വിൽക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് പിന്നുകളുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഡിമാൻഡ് വേണം. രണ്ടാമത്തേത് മൂലധനത്തിന്റെ ലഭ്യത. അതായത് ഫാക്ടറി തുടങ്ങാനും മെഷീനുകൾ വാങ്ങാനും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുമൊക്കെ പണം വേണ്ടേ? അപ്പോ മൂലധനവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ സ്മിത്തിന്റെ 2 പ്രധാന ആശയങ്ങൾ കൂടി നോക്കാൻ പോവുകയാണ്. 1. മൂലധനം അഥവാ ക്യാപിറ്റൽ. 2. ഒരു സാധനത്തിന്റെ മൂല്യം അഥവാ വാല്യൂ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നതിനെക്കുറിച്ച്. സ്മിത്ത് മൂലധനത്തെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇത് സാധാരണയായി ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. 1. ഫിക്സഡ് ക്യാപിറ്റൽ അഥവാ സ്ഥിര മൂലധനം. പേര് പോലെ തന്നെ ഉൽപാദനത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന മെഷീനുകൾ, കെട്ടിടങ്ങൾ, അതൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. രണ്ടാമത്തേത് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ അഥവാ ചംക്രമണ മൂലധനം. ഇത് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചു തീർന്നു പോകുന്നവയാണ്. ഉദാഹരണത്തിന് അസംസ്കൃത വസ്തുക്കൾ, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി, ഇതൊക്കെ അതിൽ വരും. ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യത്തിലേക്ക് വരാം.
ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ജീവിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. പക്ഷെ വെള്ളത്തിന് വലിയ വിലയൊന്നുമില്ല. അതേസമയം വജ്രം, അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, പക്ഷെ അതിന് ഭയങ്കര വിലയാണ്. എന്തുകൊണ്ടാണിത്? ഈ ഒരു ചോദ്യത്തിലൂടെയാണ് സ്മിത്ത് മൂല്യമെന്ന ആശയത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ രണ്ട് തരം മൂല്യങ്ങളുണ്ട്. ഒന്ന് വാല്യൂ ഇൻ യൂസ് അഥവാ ഉപയോഗമൂല്യം. രണ്ട് വാല്യൂ ഇൻ എക്സ്ചേഞ്ച് അഥവാ വിനിമയമൂല്യം. വെള്ളത്തിന്റെ ഉപയോഗമൂല്യം വളരെ കൂടുതലാണ്, അല്ലേ? എന്നാൽ അതിന്റെ വിനിമയമൂല്യം അഥവാ മാർക്കറ്റിലെ വില വളരെ കുറവാണ്. വജ്രത്തിന്റെ കാര്യമോ? നേരെ തിരിച്ച്. ഉപയോഗമൂല്യം ഏതാണ്ട് 0, പക്ഷേ വിനിമയമൂല്യം വളരെ കൂടുതലാണ്. ഈയൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ എന്താണ് ഒരു സാധനത്തിന്റെ ഈ വിനിമയമൂല്യം അഥവാ വില തീരുമാനിക്കുന്നത്? സ്മിത്തിന്റെ ആദ്യത്തെ ഉത്തരം അധ്വാനം എന്നായിരുന്നു. ലേബർ, അതായത് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ എത്രമാത്രം അധ്വാനം ആവശ്യമായി വന്നു എന്നതാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് സ്മിത്ത് ഈ ആശയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. അദ്ദേഹം പറഞ്ഞു, അധ്വാനം മാത്രമല്ല, ഒരു സാധനത്തിന്റെ യഥാർത്ഥ മൂല്യമെന്നത് അതിന്റെ ഉൽപ്പാദന ചെലവാണ്. അതായത് അതുണ്ടാക്കാൻ വേണ്ടിവന്ന അധ്വാനത്തിന്റെ കൂലി, ഉപയോഗിച്ച ഭൂമിയുടെ പാട്ടം, പിന്നെ മൂലധനത്തിന് കിട്ടുന്ന ലാഭം, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു സാധനത്തിന്റെ വില. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തിയറി. ശരി, അപ്പോൾ ഉൽപാദനം നടന്നു, സമ്പത്തുണ്ടായി. ഇനി അടുത്ത ചോദ്യം, ഈ സമ്പത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്? തൊഴിലാളികൾക്കും ഭൂവുടമകൾക്കും സംരംഭകർക്കും എങ്ങനെയാണ് ഇതിന്റെ വീതം വെപ്പ് നടക്കുന്നത്? അതാണ് വേതനം, ലാഭം, പലിശ എന്നിവയെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്മിത്തിന്റെ അഭിപ്രായത്തിൽ കൂലി തീരുമാനിക്കുന്നത് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും തന്നെയാണ്. വളരെ സിമ്പിൾ. തൊഴിലാളികളുടെ സപ്ലൈ, അതായത് എത്ര തൊഴിലാളികൾ ലഭ്യമാണ് എന്നത് അവരുടെ അടിസ്ഥാന ജീവിത ചെലവിനെ ആശ്രയിച്ചിരിക്കും. ഇനി തൊഴിലാളികൾക്കുള്ള ഡിമാൻഡ്, അത് തീരുമാനിക്കുന്നത് മുതലാളിയുടെ കയ്യിലുള്ള മൂലധനമാണ്. കൂടുതൽ മൂലധനമുണ്ടെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കാം, അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേതനവും ലാഭവും തമ്മിൽ ഒരു വിപരീത ബന്ധമാണുള്ളത്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി കൂടുമ്പോൾ മുതലാളിയുടെ ലാഭം സ്വാഭാവികമായും കുറയുമല്ലോ. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. ലാഭം അഥവാ പ്രോഫിറ്റ് എന്നത് സംരംഭകന് കിട്ടുന്ന പ്രതിഫലമാണ്. എന്നാൽ പലിശ അഥവാ ഇൻട്രസ്റ്റ് എന്നത് കടം കൊടുത്ത മൂലധനത്തിന് കിട്ടുന്ന വരുമാനമാണ്. ഓക്കെ, ഇനി നമ്മൾ എത്തുന്നത് ആദം സ്മിത്തിന്റെ സിദ്ധാന്തങ്ങളുടെയെല്ലാം ഹൃദയഭാഗത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആശയം അദൃശ്യകരം അഥവാ ദി ഇൻവിസിബിൾ ഹാൻഡ്. എന്താണ് ഈ അദൃശ്യകരം? ഇതൊരു മനോഹരമായ ആശയമാണ്. ഒരു ബേക്കറിക്കാരൻ നമുക്ക് റൊട്ടി ഉണ്ടാക്കിത്തരുന്നത് നമ്മളോടുള്ള ദയ കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കണം, അതിനുവേണ്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സ്വാർത്ഥ താൽപ്പര്യം നമ്മുടെ വിശപ്പ് മാറ്റാൻ സഹായിക്കുന്നു. ഇതുപോലെ മാർക്കറ്റിലുള്ള ഓരോ വ്യക്തിയും അവരവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്തോ ഒരു അദൃശ്യമായ കരം പോലെ അത് സമൂഹത്തിന് മൊത്തത്തിൽ നന്മയായി ഭവിക്കുന്നു. ഇതിനെയാണ് സ്മിത്ത് താൽപ്പര്യങ്ങളുടെ യോജിപ്പ് അഥവാ ഹാർമണി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ സർക്കാർ ഒരിടത്തും ഇടപെടണ്ട എന്നാണോ സ്മിത്ത് പറയുന്നത്? അല്ല, അങ്ങനെയല്ല. സ്മിത്ത് ഒരു അനാർക്കിസ്റ്റ് ആയിരുന്നില്ല. സർക്കാരിന് വളരെ കൃത്യമായ 4 ചുമതലകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 1. രാജ്യരക്ഷ. 2. നീതിന്യായ വ്യവസ്ഥ ഉറപ്പാക്കുക. 3. റോഡുകൾ, പാലങ്ങൾ പോലുള്ള പൊതുമരാമത്ത് പണികൾ ചെയ്യുക. 4ാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സാർവത്രിക വിദ്യാഭ്യാസം നൽകുക. കാരണം തൊഴിൽ വിഭജനം കാരണം ആളുകൾക്ക് മാനസിക മുരടിപ്പുണ്ടാകുന്നത് തടയാൻ വിദ്യാഭ്യാസം സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പരീക്ഷയ്ക്കു വേണ്ടി നമുക്ക് ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചുവെക്കുക. 1. തൊഴിൽ വിഭജനം, അതിന്റെ ഗുണദോഷങ്ങൾ. 2. ലെസഫെയർ അഥവാ സ്വതന്ത്ര കമ്പോളം. 3. അദൃശ്യകരം. 4. ഡയമണ്ട് വാട്ടർ പാരഡോക്സ്, അതായത് മൂല്യത്തിലെ വൈരുദ്ധ്യം. പിന്നെ വേതനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ. ഈ യൂണിറ്റിൽ നിന്ന് ഏറ്റവും പ്രധാനമായി പഠിച്ചിരിക്കേണ്ടത് ഇവയാണ്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓരോ വ്യക്തിയും അവരവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് എപ്പോഴും സമൂഹത്തിന് നല്ലതാണോ? ആലോചിച്ചു നോക്കൂ. ആദം സ്മിത്തിന്റെ എല്ലാ സിദ്ധാന്തങ്ങളുടെയും അടിത്തറ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് കിടക്കുന്നത്.
ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും.